ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പം ഗൈസ്, ഇന്നൊരു സർപ്രൈസ് വ്ളോഗ് കേട്ടോ. വലിയ സർപ്രൈസ് ഒന്നുമല്ല, എന്നാലും ഒരു കുഞ്ഞ് സർപ്രൈസ്, നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കുഞ്ഞ് സർപ്രൈസ് കിട്ടും. അപ്പം ഇന്ന് ഏതായാലും നമ്മൾ ഉപ്പൻ്റെ ബർത്ത്ഡേക്ക് ഉപ്പക്ക് ഗിഫ്റ്റ് കൊടുത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇന്ന് നമ്മളെ ഉമ്മേൻ്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ ഉമ്മക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നലെ പോയിട്ട് വാങ്ങിച്ച് സെറ്റാക്കിയത്. അപ്പോൾ വാങ്ങിച്ച വീഡിയോ ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ആക്കട്ടോ. അപ്പോൾ അത് ഉമ്മക്ക് കൊടുക്കണം. അപ്പോൾ ഞാൻ കൊടുക്കണത് ഉമ്മ ഉറങ്ങുന്ന സമയത്ത്, ഉമ്മയും മക്കളും ഉപ്പൊക്കെ ഉറങ്ങാം കേട്ടോ. അപ്പോൾ അവർ ഉറങ്ങുന്ന സമയത്തായിട്ട് എടുക്കുന്നത്. അപ്പം അതാണ് സൗണ്ട് കുറച്ച് പറയണത്. പിന്നെ അപ്പോൾ അത് ഞാൻ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ടൊന്നും എടുക്കുന്നത്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയി വാങ്ങിച്ച് വന്നതാട്ടോ. അപ്പോൾ വാങ്ങിച്ച് ഞാൻ വരുന്ന സമയത്തിൻ്റെ കയ്യിൽ കവറും കാര്യങ്ങളൊക്കെ അവർ കണ്ടിടും, പക്ഷേ എന്താണെന്നൊന്നും ചോദിച്ചിട്ടില്ല. രാത്രി ഇങ്ങനെ ചോദിച്ചിരുന്നുട്ടോ. അപ്പോൾ ഞാൻ വേറെ വിഷയമൊക്കെ പറഞ്ഞ് മാറ്റി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അത് കൊടുത്തൊക്കെ. വലിയ സംഭവമായിട്ടുള്ള ഗിഫ്റ്റൊന്നുമല്ല കേട്ടോ, ഡ്രസ്സാണ്. ഡ്രസ്സ് വെച്ചാൽ ഡെയിലി വെയറിനൊക്കെ പറ്റിയിട്ടുള്ള ഡ്രസ്സ്, മാക്സി ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഒരു ചപ്പലും പിന്നെ ഷോളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പെരുന്നാൾക്ക് നമുക്ക് പർദ്ദ മാക്സിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗോൾഡിൻ്റെ റിങ് കൊടുക്കാനൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് നമുക്കിപ്പോൾ പറ്റിയില്ല കേട്ടോ. കാരണം ഒന്നുമില്ല, നമുക്ക് കാലിന് ചെറിയൊരു സർജറി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യണമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ 2 ഡോക്ടേഴ്സിനെ കാണിച്ചപ്പം 2 ഡോക്ടേഴ്സും പറഞ്ഞ് അത് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ചെയ്യാമെന്നുള്ളൊരു തീരുമാനമുണ്ട്. അപ്പം പിന്നെ നമുക്ക് അതാണല്ലോ വലുതെന്ന് കരുതിട്ടോ. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ നമ്മൾ അറിയിക്കട്ടെ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, അത് നമുക്ക് ചെയ്യാൻ പറ്റട്ടെ, അതിനുള്ള ഇതൊക്കെ നമുക്ക് തരട്ടെ, വർക്കത്ത് തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിന് മുമ്പ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ 2 ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട്, മിംസ് ഹോസ്പിറ്റലിലും അതേപോലെ കോഴിക്കോടുള്ള ASTN ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചപ്പോൾ അവിടെ നിന്നൊക്കെ ചെയ്യണം എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാനിങ്ങനെ ഇതായി നിൽക്കുന്നത് ബേബീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. പക്ഷെ എന്നാലും ബേബീസ് ഉണ്ടെങ്കിലും കൂടിയിട്ട് അതൊക്കെ നടന്ന് പോവണമല്ലോ. അപ്പോൾ കുറേ പേർക്കൊക്കെ ചെയ്തിട്ട് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാലിൻ്റെ മുട്ട് മാറ്റി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളെ സർപ്രൈസ് വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് അത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് ഇതിലും വലുതൊക്കെ കൊടുക്കാൻ പറ്റട്ടെ കേട്ടോ. അപ്പോൾ അത് ആദ്യം ഞാൻ വാങ്ങിച്ചതൊക്കെ കാണിച്ചുതരാം. പിന്നെ ഞാനത് റാപ്പ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങളെ മുന്നിൽ തന്നെ റാപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. ചെറിയ എൻ്റെ ഐഡിയ ഒക്കെ വെച്ചിട്ട് സെറ്റാക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മൾ വാങ്ങിച്ച സംഭവങ്ങൾ. നമ്മൾ ഖദീജയാണ്, ചമ്മാടെ ഇവിടെ ഉള്ള കടയ്ക്ക് ഖദീജയാണ് കേട്ടോ മാക്സി വാങ്ങിച്ചത്. പിന്നെ ഇതാ ചപ്പല്, ഷോള്. അപ്പം ഇതാണ് ചപ്പല്. നമുക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ഒരു കംഫർട്ട് അനുസരിച്ച് വാങ്ങിച്ചതാണ്. ഇനി നമുക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ആക്കാം. അപ്പോൾ ഇതാട്ടോ. പിന്നെ ഇതാട്ടോ മാക്സി, മറ്റേ ക്രേപ്പിൻ്റെ ആ ഒരു ക്ലോത്ത് ആട്ടോ. അപ്പോൾ അവിടെ നമ്മൾ വിചാരിച്ച കളറൊന്നും നമുക്ക് നല്ല വീതിയുള്ള സൈസൊക്കെ വേണ്ടേ. അപ്പം നമ്മൾ വിചാരിച്ച ടൈപ്പിലുള്ളതൊന്നും കിട്ടണില്ല കേട്ടോ. പിന്നെ ഞാൻ ഇനി മാറ്റിക്കണമെങ്കിൽ മാറ്റിക്കാൻ വിചാരിച്ചിട്ട് ഇത് ഫിക്സ് ചെയ്തതാട്ടോ. പിന്നെ അതിലേക്ക് ഷോള്, ഈ ഒരു ഷോളായിട്ട് എടുത്തത്. ഇതിൽ റെഡാണ്, നല്ല റെഡാണ്. പക്ഷെ ഇതൊരു പിങ്ക് ആട്ടോ, ഡാർക്ക് പിങ്ക് കളറാണ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സംഭവങ്ങൾ കേട്ടോ. പിന്നെ നമുക്കിത് റാപ്പ് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചത് ഈ ബോക്സിൽ റാപ്പ് ചെയ്യാമെന്നാട്ടോ വിചാരിച്ചത്. ഈ നെറ്റൊക്കെ വെച്ചിട്ട് ചെറിയൊരു പ്ലാനൊക്കെ വേണ്ടിയുണ്ട്. എങ്ങനെയാവും സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. ഇത് വെച്ചിട്ട് റാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എന്തായാലും ചെയ്ത് നോക്കട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്യാം.
അപ്പോൾ ഗൈസ് നമ്മൾ ഗിഫ്റ്റൊക്കെ സെറ്റായിട്ടോ, കുറേ പണിയെടുത്ത് അവസാനം ഇതാ ഫൈനൽ ലുക്ക് ഇതാട്ടോ. സോ ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉമ്മ തട്ടൊക്കെ ഇട്ടിരിക്കുന്ന സമയത്തല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ കൊടുക്കുമ്പോൾ വീഡിയോ എടുക്കട്ടെ. നമ്മളെ ബേബീസൊക്കെ അരയുണ്ട്, ഉണർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോട്ടെ. അപ്പോൾ ഞാൻ ഇനി ഷൂട്ട് ചെയ്യുമ്പോൾ കാണിക്കട്ടോ. അപ്പം ഗൈസ് ഇമ്മ നിസ്കരിക്കട്ടെ എണീച്ചേക്കണേ. പക്ഷേ എങ്ങനെ കൊടുക്കുമെന്നറിയില്ല, അവിടെ ക്ലിയർ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ഉമ്മ ഇങ്ങോട്ട് വന്നാൽ സിറ്റൗട്ടിക്ക് വന്നിക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കായിരുന്നു. പക്ഷെ പോയൊക്കെ കേട്ടോ എന്താ അവസ്ഥ എന്ന് കൊടുത്തേക്കാം. എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണാം ഇൻഷാ അല്ലാഹ്. ഗൈസ് ഉമ്മയുടെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങോട്ടേക്കെങ്കിലും വരുത്തിക്കാൻ പറ്റുമോ നോക്കട്ടെ, എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കട്ടെ. അസിമോളെ, ഇമ്മമ്മാൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഇന്നലെ ഇവിടെ ഞാൻ വായിച്ചുകൊണ്ടുവന്നപ്പം ഇവിടെ സീനാക്കിയേനെ കേട്ടോ. ഇതെന്താ വെച്ച് കണ്ട്. അപ്പോൾ ഞാൻ നോക്ക് കാണിച്ചു കൊടുത്ത് കണ്ട് ഇത് വേറെ ഒക്കെയുള്ളതെന്ന് പറഞ്ഞ് കണ്ട് ഓളെ പറ്റിച്ചീനി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഓള് വേഗം ഒക്കെ പൊട്ടിച്ച് കൊളാക്കി തരും. അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞത് വേറെ ഒരാൾക്കാണ് ഇനി കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഓളോട് പറയണത് അത് ഉമ്മമ്മക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓക്ക് കാണിച്ചു കൊടുത്തിക്കണം എന്താ സാധനം എന്നുള്ളത്. പിന്നെ റാപ്പ് ചെയ്യുന്ന സമയത്ത് ഓള് ഇവിടെ ഇല്ലേന് കേട്ടോ. അപ്പോൾ അതില്ലേ ഉമ്മമ്മക്ക് ചെന്നാൾ ഉപ്പാക്ക് കൊടുത്തില്ലേനാ ഗിഫ്റ്റ് ബർത്ത്ഡേക്ക്, അതേമാതിരി ഉമ്മമ്മക്ക് കൊടുക്കണ്ടേ, ഇങ്ങോട്ട് നോക്കേ. അപ്പോൾ ഈ ഉമ്മമാനെ വിളിച്ച് കണ്ടേ. ഉമ്മമാനോട് പറയരുത് കേട്ടോ ഗിഫ്റ്റ് തരാനാണെന്നൊന്നും. ഉമ്മമാനോട് പറയാം. ഉമ്മമ്മ തായിരിക്ക് വാങ്ങളെ വിളിച്ചിട്ടുണ്ട് പറയാം. അപ്പം ഉമ്മമ്മ തായിരിക്ക് വരും. അപ്പം നമുക്ക് അവിടെ നിന്ന് കൊടുക്കാം. പറയത്തിട്ടാ ഗിഫ്റ്റ് തരാനാണെന്ന്. ഉമ്മ ഇങ്ങോട്ട് തായിരിക്ക് വാറിങ്ങാണ്ട് വിളിക്കണ മാതിരി വിളിക്ക്. കൊളാക്കി എടുത്തിട്ടാ. സെറ്റല്ലേ? കഴിക്കേ. അപ്പം ഓള് പറഞ്ഞ പോലെ തന്നെ ഉമ്മാനെ വിളിച്ച് താരി കൊണ്ട് എത്തിക്കിട്ട. അപ്പം കൊടുക്കല്ലേ കൊണ്ട് കൊടുത്ത. ചിലപ്പോൾ ചീത്ത കൂട്ടാം. ഉമ്മാക്ക് അതൊന്നും ഇഷ്ടമല്ല. എന്തായാലും കൊണ്ടുപോയി വെക്കാം. നിങ്ങളെ ബർത്ത്ഡേ ഞാനോ തുറന്നോക്കി. പുറത്തേക്ക് പരിപാടി കുറെ പൈസ ഇതാക്കാൻ ഉമ്മ കൊടുക്കേ എടുത്തോക്കി. ടീച്ചർക്ക് അത് ഞാൻ ഓളോട് അങ്ങനെ പറഞ്ഞേ. ഇഷ്ടട്ടാ മാക്സ് രസണ്ടാ? അത് വേറെ കളറില്ല ഇതന്നോളൂ. ചെരുപ്പ് ഇഷ്ടപ്പെട്ടാ? മാറ്റിക്കണേ മാറ്റിച്ച.
ഇട്ടോക്കണി അങ്ങോട്ട് ചെറുച്ചത് ചിരിച്ചത് എന്നിട്ട് കൊടുത്ത് ദാരി നീ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട് എന്താ ബർത്ത്ഡേന്ന് ഇനി ഓരോരുത്തർ വിളിച്ചത് ഇങ്ങോട്ട് ബർത്ത്ഡേ ചോദിച്ചു കണ്ടത് അവര് കൊടുത്തിട്ടാ പക്ഷെ ഉമ്മാക്ക് വലിയ എക്സ്പ്രഷനൊന്നും ഇല്ല. അത് ഇനി അങ്ങനല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് കണ്ട് എല്ലാവരും വിളിക്കുന്നൊക്കെ പറഞ്ഞു കണ്ടാണ് എന്തായാലും കുഞ്ഞിനെയൊക്കെ വിളിക്കാൻ പറഞ്ഞു ഇനി കൊടുത്തിട്ട്. അപ്പം നമുക്ക് വിളിച്ചോക്കാം കേട്ടോ. എന്നും ബർത്ത്ഡേ എന്ന് പറയാ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുള്ളൂ. നമ്മളെ എന്താക്കി പോലത്തിലാക്കി നിങ്ങളൊക്കെ നമ്മൾ ഇത്രയും എപ്പോഴായത് കേൾക്കുമ്പോൾ ടേസ്റ്റ് മാക്സിമം കുഴപ്പമില്ല ബന്ധുക്കുന്നുണ്ട് കളർ മാറ്റം ഇതിണ്ടെന്ന് അന്നാസിമോള് മതി ഓടിയുടെ പേര് ഇങ്ങക്ക് സർപ്രൈസ് ഞാൻ എന്താ അമ്മ എന്താ ചോദിച്ചിട്ടുണ്ടോ. അപ്പോളെ പറയാൻ പറ്റൂല നിങ്ങൾ ഇങ്ങോട്ട് പേര് ഇങ്ങോട്ട് പറിച്ചില്ലേ എന്താ ചെറുതായിരുന്ന നിങ്ങളെ പെണ്ണുങ്ങളെ ബർത്ത്ഡേ ആണ്. നിങ്ങളൊന്നും കൊടുക്കണില്ല. അതൊന്നും കൊടുക്കലില്ല. അതതിന് മേലെ പോയിരുന്നത് നിസ്കരിച്ചിട്ട് വരാൻ ഒന്നാമത് വെരി തന്നെ അത് വിളിച്ചിട്ടുണ്ട്. ചെപ്പില്ലേ എനിക്ക് ചെപ്പല്ലേ അപ്പോൾ ഗൈസ് ഏതായാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കുഞ്ഞു ഗിഫ്റ്റ് നമ്മൾ കൊടുത്തിട്ടോ. അപ്പം ഇതിന് മുമ്പ് നമ്മൾ ഉമ്മാൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഉമ്മക്ക് അത് കേക്ക് കട്ട് ചെയ്യുന്നതൊന്നും നമുക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നമ്മൾ നിർബന്ധിച്ചൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ ടാറ്റാ.